ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ക്വസ്റ്റ്യൻ 2. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. എല്ലാ ഓപ്ഷൻസും ശരിയാണ്. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ, ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി, രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. ക്വസ്റ്റ്യൻ നമ്പർ 3. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. കേരള നടനം ചിന്നത്തമ്പി പിള്ള, യക്ഷഗാനം ഗുരു ഗോപിനാഥ്, ചവിട്ടുനാടകം ഗുരുമണി മാധവ ചാക്യാർ, കൂടിയാട്ടം പാർത്തി സുബ്ബ. ഓപ്ഷൻ എ ആണ് ആൻസർ. കേരള നടനം ഗുരു ഗോപിനാഥ്, യക്ഷഗാനം പാർത്തി സുബ്ബ, ചവിട്ടുനാടകം ചിന്നത്തമ്പിപ്പിള്ള, കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. ക്വസ്റ്റ്യൻ 4. ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ക്വസ്റ്റ്യൻ 5. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്? ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ. ഓപ്ഷൻ സി ആണ് ആൻസർ. ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം? ഓപ്ഷൻ ഡി ആണ് ആൻസർ. കോഴിക്കോട്. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് ആൻസർ. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. ക്വസ്റ്റ്യൻ നമ്പർ 8. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയാണ്. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 9. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്? ഗണതന്ത്ര മണ്ഡപം എന്നാണ് പുതിയ പേര്. ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 10. ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. കേരള വിനോദസഞ്ചാര ദിനം, നമ്മുടെ ഭാവി നമ്മുടെ ഭൂമി, കേരള വിനോദസഞ്ചാരവും സമാധാനവും, UNEP, സുസ്ഥിര യാത്രകൾ കാലാതീതമായ ഓർമ്മകൾ, ലോക വിനോദസഞ്ചാര ദിനം, വൃത്തിയുള്ളതും പച്ചപ്പുള്ളതും. ഓപ്ഷൻ എ ആണ് ആൻസർ. കേരള വിനോദസഞ്ചാര ദിനം, സുസ്ഥിര യാത്രകൾ കാലാതീതമായ ഓർമ്മകൾ, അതാണ് അതിൻ്റെ തീം. കേരള വിനോദസഞ്ചാരത്തിൻ്റെ തീം വൃത്തിയുള്ളതും പച്ചപ്പുള്ളതും. UNEP 2024ൻ്റെ തീം നമ്മുടെ ഭാവി നമ്മുടെ ഭൂമി. ലോക വിനോദസഞ്ചാര ദിനം 2024 വിനോദസഞ്ചാരവും സമാധാനവും. ക്വസ്റ്റ്യൻ നമ്പർ 11. സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ജലം ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം? ഓപ്ഷൻ സി ആണ് ആൻസർ. നവംബർ മധ്യം. ക്വസ്റ്റ്യൻ നമ്പർ 13. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം? ആൻസർ ഡി ആണ് മുംബൈ. ക്വസ്റ്റ്യൻ നമ്പർ 14. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേലയാണ്. ഇന്ത്യയിലെ 6 വരിപ്പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ നമ്പർ ബി ആണ്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത.
ക്വസ്റ്റ്യൻ നമ്പർ 16. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഓപ്ഷൻ നമ്പർ എ ആണ് ആൻസർ. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ക്വസ്റ്റ്യൻ നമ്പർ 17. ഡോക്ടർ CS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? സി ആണ് ഉൾപ്പെടാത്തത്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. പറവൂര്. ക്വസ്റ്റ്യൻ നമ്പർ 19. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ ഡി ആണ് ആൻസർ. ലിഗ്നൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 20. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ സമത്വ സമാജം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. കുമാരഗുരുദേവൻ സമത്വ സമാജമാണ് തെറ്റ്, ബാക്കിയെല്ലാം ശരിയാണ്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത. ക്വസ്റ്റ്യൻ നമ്പർ 21ൻ്റെ ആൻസർ ഡി ആണ്, ആനി ബസന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 22. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. ക്വസ്റ്റ്യൻ നമ്പർ 23. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി? ഓപ്ഷൻ ഡി ബഹദൂർ ഷാ രണ്ടാമൻ. 24. ലോകമാന്യ എന്ന ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലകൻ. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ ബി ആണ് ആൻസർ. അപനീന്ദ്രനാഥ ടാഗോർ. ക്വസ്റ്റ്യൻ നമ്പർ 26. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം നീതി ആയോഗ് എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 27. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? ദാദാബായ് നവറോജിയാണ് ആൻസർ. 28. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. 29. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 32. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ശ്രീലങ്കയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 33. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഓപ്ഷൻ നമ്പർ സി ആണ് ദാസപ്പ ജെട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 34. അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം? ഓപ്ഷൻ നമ്പർ ഡി ആണ് ആൻസർ. അനുച്ഛേദം 51(4). ക്വസ്റ്റ്യൻ 35. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ഭത്ത അവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ആർട്ടിക്കിൾ 97. ക്വസ്റ്റ്യൻ നമ്പർ 36. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ആകാം എന്ന ഓപ്ഷനാണ് തെറ്റ്. ക്വസ്റ്റ്യൻ 37. വിവരാവകാശ കമ്മീഷന്റെ ഘടന? ഓപ്ഷൻ സി ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. ക്വസ്റ്റ്യൻ 38. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ശ്രീ വി ഹരിനായരാണ്. 39. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്? ഓപ്ഷൻ ബി ആണ് നാഷണൽ ഹൈവേ 66 മുംബൈ ഗോവ.
ക്വസ്റ്റ്യൻ 40 സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അനുച്ഛേദം 39B. അനുച്ഛേദം 39B. 41 കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല. ഓപ്ഷൻ ഡി ആണ് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കല്ലടയാണ്. പള്ളിവാസലാണ്. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം 34 ക്വസ്റ്റ്യൻ 44 പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട്. 44 വയനാടാണ് ഉത്തരം. 45 കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. 46 അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണനാണ്. 47 കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാടാണ്. 48 പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. 49 കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. 50 തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ട് കായൽ. 51 അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? തിരുവനന്തപുരം. 52 ആറ്റിങ്ങ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ഗിഫോർഡ് ആണ്. 53 വാഗൺ ട്രാജഡി നടന്ന വർഷം. ഇതിൽ ഓപ്ഷൻ ഇല്ല. സി ആണ് പ്രൊഫഷണൽ ആൻസർ കീ ആയിട്ട് കൊടുത്തേക്കണത്, പക്ഷേ അത് തെറ്റാണ്. 54 പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാടാണ്. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? പാലിയം സത്യാഗ്രഹമാണ് ഓപ്ഷൻ. 56 എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? 5ാമത്തെ. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാമാണ്? ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയുമാണ് ഒരേ വർഷം ജനിച്ചവർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം കയ്യൂർ സമരമാണ്. കയ്യൂർ സമരം. 59 ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആര്? AV കുട്ടിമാളു അമ്മയാണ്. AV കുട്ടിമാളു അമ്മ. 60 പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആരാണ്? കുമാരഗുരുദേവനാണ്. 61 അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. 62 ശരിയായ ജോഡി കണ്ടെത്തുകയാണ്. അതിൽ ശരിയായ ജോഡി A ആണ്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു വാൾട്ടർ G. റോസൻ. 63 അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം പെരിയോസ്റ്റിയമാണ്. പെരിയോസ്റ്റിയം. 64 മനുഷ്യ ശരീരത്തിൻ്റെ കുടൽഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ ഡി ജീവകം K ആണ്. 65 തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിൻ്റെ കുറവാണ്? ഓപ്ഷൻ എ നൈട്രജൻ ആണ്. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? ഓപ്ഷൻ ബി വൈറസ് ആണ്. 67 പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം. ഓപ്ഷൻ ഡി ലോക കടലാമ ദിനമാണ്. ലോക കടലാമ ദിനം. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി വയോ അമൃതമാണ്. ഓപ്ഷൻ ബി ആണ് വയോമധുരം. ഓപ്ഷൻ ബി വയോമധുരമാണ്. 69 കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം. ഓപ്ഷൻ സി തിരുവനന്തപുരമാണ്. 70 കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഓപ്ഷൻ ബി ആണ് ഹൃദയം. ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഓപ്ഷൻ എ ഗരമാണ്. 72 പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഊർജം. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് രാസഫലം. 74 ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ഓപ്ഷൻ സി 1.62 m/s². ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ JJ തോംസൺ.
76 ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ഓപ്ഷൻ സി ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. 77 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. ഓപ്ഷൻ സി പ്രവേഗമാണ്. 78 ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞനിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഓപ്ഷൻ എ ടാർട്രസിൻ. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ ബി സിങ്ക്. ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? പൊട്ടാസ്യം. 81 മാത്സ് ആണ്. ഉത്തരങ്ങൾ വായിച്ചു പോകാം. 81ൻ്റെ ആൻസർ എ ആണ്. 82 ഡി ആണ് 5/7. 83 ഡി 0.005. 84 ബി 725. 85 സി ആണ്. 86 എ 49. 87 എ. 88 ബി ആണ്. 89 ഡി 25%. 90 ഡി 12 മിനിറ്റിന് ശേഷം. 91 എ. 92 ബി. 93 ഡി 244. 94 സി. 95 എ. 96 ബി. 97 ബി ത്രികോണം. 98 സി 30. 99 ബി. 100 സി 75.